ഏതായാലും പ്രതിഷേധവുമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. SFIയും AISFും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗവർണർ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഇരു സംഘടനകളും ആവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ വ്യാപകമായി പരസ്യ പ്രതിഷേധത്തിനും നീക്കമുണ്ട്. മന്ത്രി അറിയാതെയാണ് MGയിലെ VC സെനറ്റ് നിയമനമെങ്കിൽ റോജി എം ജോൺ ആ കസേരയിലിരിക്കാൻ അർഹനല്ല എന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പ്രതികരിച്ചത്. റോജി എം ജോൺ പഴയ MLA അല്ല, അത് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം സർവകലാശാലയുടെ പ്രോ ചാൻസലർ കൂടിയാണ്. പ്രോ ചാൻസലർ അറിയാതെയാണ് VC വന്നതെങ്കിൽ അദ്ദേഹം ആ സീറ്റിൽ ഇരിക്കുന്നതിന് അർഹതയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രോ ചാൻസലർ അറിയാതെയാണ് MG സർവകലാശാലയുടെ സെനറ്റ് വന്നതെങ്കിൽ അത് എവിടുത്തെ പ്രശ്നം? അദ്ദേഹത്തിന്റെ തന്നെ കസേരയ്ക്ക് അർഹതയില്ലാത്ത വണ്ണത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അദ്ദേഹത്തിന്റെ തന്നെ കസേരയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോജി എം ജോണിനോട് പറയാനുള്ളത്, അദ്ദേഹം ഇരിക്കുന്ന സീറ്റിനോട് കുറച്ച് ബഹുമാനം കാണിക്കണം, ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണം. സെനറ്റ് അംഗങ്ങളെ എടുത്തത് സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിൽ അത് സിൻഡിക്കേറ്റിലേക്ക് വരുമ്പോൾ സിൻഡിക്കേറ്റിൽ അപ്രമാദിത്വം സംഘപരിവാറിന് ലഭിക്കും. അപ്പോൾ കേരളത്തിൽ ഒരു സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലും VCയും ഒക്കെയും സംഘപരിവാർ മാറുന്നവരായി മാറും. കഴിഞ്ഞ 10 വർഷം നടക്കാത്തത് കോൺഗ്രസ് വന്ന് 1 മാസം കൊണ്ട് നടക്കും. ഹരിമോഹനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഹരി, ഏതായാലും ഇടത് യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിലിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം നിലപാട് എന്നതിനപ്പുറം UDF സർക്കാരിന്റെ നിലപാട് ഈ വിഷയങ്ങളിൽ എന്താണ് എന്നത് വളരെ നിർണായകമാണ്. നേരത്തെ ഇടതു സർക്കാരിന്റേതുപോലെ തന്നെ ഗവർണറുമായി ഒരു പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഇന്ന കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ്, ഭരണപക്ഷത്തായിരുന്നിട്ട് കൂടി SFIയും AISFും അടക്കമുള്ള സംഘടനകൾ, ഇടത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ തെരുവിലിറങ്ങി ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ അധികാര കൈമാറ്റം വന്നു, ഭരണമാറ്റം വന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങളെ അത് വിദ്യാർത്ഥി സംഘടനകൾ എന്തായാലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കൂടിയായ SFIയും AISFും എന്തായാലും കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. കാരണം ഇന്നിപ്പോൾ ആദ്യ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രതിഷേധം എന്ന് പറയുന്നത് അതിൽ ഗവർണർക്കെതിരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെ കൂടിയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതായത് ഈ കഴിഞ്ഞ 10 വർഷമായി നടക്കാത്ത ചില കാര്യങ്ങൾ കോൺഗ്രസ് സർക്കാർ വന്ന് UDF സർക്കാർ വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടപ്പിലാകുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, പ്രോ ചാൻസലർ അറിയാതെ സാങ്കേതികമായി ഇത്തരത്തിൽ VCയെയും സെനറ്റ് അംഗങ്ങളെയും നിയമിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ പ്രോ ചാൻസലർ കൂടിയായ റോജി എം ജോണിനെതിരാണ്. അദ്ദേഹം അതിന് മറുപടി നൽകേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയൊരു പാനൽ അല്ലെങ്കിൽ VC പാനൽ ഇല്ലാതെ ഇങ്ങനെയൊരു പാനൽ അംഗീകരിക്കുന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിലനിൽക്കുന്നത്. അതേസമയം തന്നെ AISF കുറച്ചുകൂടി കടന്ന് അത് മുഖ്യമന്ത്രി VD സതീശന്റെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത്ര ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സംഘപരിവാർ വൽക്കരണം, കാവ്യവൽക്കരണം സർവകലാശാലകളിൽ നടക്കുന്നത് അത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ തന്നെ മൗനാനുവാദം അതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. ഇപ്പോൾ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അതിന്റെ ആദ്യഘട്ടം എന്നോണം കോട്ടയത്ത് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും പരസ്യമായി തന്നെ തെരുവുകളിൽ പഴയ രീതിയിൽ തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉണ്ടാകും. പക്ഷേ ഇക്കുറി ഗവർണർക്കെതിരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെ കൂടി ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് ഗവർണറുമായി ഒരു കൂട്ടുകളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായതും സർവകലാശാലയിൽ സംഘപരിവാറുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളെ കുത്തിക്കയറ്റിയതും എന്നുള്ള ആരോപണം തന്നെ അവർ ഉന്നയിക്കുകയാണ്. അതായത് ഭരണഘടനയ്ക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് എന്തായാലും ഇവർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അടക്കം ഉയരുന്നത്. അതായത് സർവകലാശാലയിൽ നടക്കുന്ന കാവ്യവൽക്കരണം, ആ കാവ്യവൽക്കരണത്തെ എല്ലാ കാലവും എതിർത്തവരാണ് തങ്ങൾ എന്ന് SFIയും AISFും ആവർത്തിച്ചു പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ കൂടുതൽ സമരത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് തെരുവിലേക്ക് ഇറങ്ങുന്ന നിലയിലേക്ക് തന്നെ അവർ എന്തായാലും എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ തന്നെ അവർ ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അതിന് മറുപടി ഏത് നിലയ്ക്കാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് എന്നുള്ളത് കൂടിയാണ് നോക്കിക്കാണേണ്ടത്. ഈ പാനലിന്റെ കാര്യത്തിൽ തങ്ങൾ എന്താണ്, അല്ലെങ്കിൽ തങ്ങൾ അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഗവർണറുടെ ഈ നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദീകരണം ഉറപ്പായും അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവർണർക്കെതിരെ മാത്രം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം ഇക്കുറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന സർക്കാരിനെതിരെയുമായി മാറുമെന്നുള്ള കാര്യത്തിൽ എന്തായാലും സംശയമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ പരസ്യ പ്രതിഷേധം തന്നെ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ SFI സംസ്ഥാന സെക്രട്ടറിയും AISFന്റെ സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന പോളിസികൾ ഒന്നാണോ എന്നതാണ് വിദ്യാർത്ഥി സംഘടനകൾ ചോദിക്കുന്നത്.